ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുലിയറ. മയ്യാത്തറയുടെ പുതിയ വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് AR നഗർ പഞ്ചായത്ത് സമ്പൂർണ്ണ പുകയില രഹിത വിദ്യാലയ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിലാണ്. ഇവിടേക്ക് കയറുമ്പോൾ തന്നെ ഗസ്റ്റുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടി സ്കൂൾ സ്റ്റുഡൻസിൻ്റെ വിവിധ യൂണിറ്റുകൾ റെഡിയായി നിൽക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ ഈ ലക്ഷ്യം നേടുന്ന ആദ്യത്തെ പഞ്ചായത്താണ് അബ്ദുറഹ്മാൻ നഗർ പഞ്ചായത്ത് എന്ന് തോന്നുന്നു. ഈ പരിപാടി നടക്കുന്നത് വലിയ പറമ്പ് എന്ന സ്ഥലത്തെ മലബാർ സെൻട്രൽ സ്കൂളിൽ വെച്ചാണ്. വിവിധ ഉദ്യോഗസ്ഥരും ഒക്കെയാണ് ഇതിന് പരിപാടിയിലെത്തുന്നത്. ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും സംയുക്തമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ AR നഗർ പഞ്ചായത്തിനായത്. ഈ കാണുന്നത് ഇവിടുത്തെ സ്റ്റാളുകളിൽ നിന്നുള്ള പ്രദർശനമാണ്. വിവിധ AR നഗർ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ നിന്നുള്ള പ്രദർശനമാണ് ഇവിടെ ഈ കാണുന്നത്. വിവിധ സ്കൂളുകൾ ഒരുക്കിയ ചെറിയ പോസ്റ്ററുകളും മറ്റുമാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കലാപരിപാടികളും നടക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് പെട്ടെന്ന് പരിപാടി നടക്കുന്നതിനിടയ്ക്ക് ഒരാൾ വീഴുകയുണ്ടായി. എന്നാൽ വീണപ്പോൾ തന്നെ മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പ്രവർത്തകർ വന്ന് അവർക്ക് ഫസ്റ്റ് എയ്ഡ് നൽകുകയും അവരെ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആംബുലൻസിൽ കൊണ്ടുപോവുകയും ചെയ്തു. ഈ ഒരു പരിപാടി കണ്ടപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് പരിഭ്രമിച്ചെങ്കിലും അപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് അവർക്ക് ലഭിച്ച ഒരു 3 മിനിറ്റ് ടൈമിൽ അവരൊപ്പിച്ച ഒരു മോക്ക് ഡ്രില്ലാണ് ഇത് എന്ന് അവരെ എല്ലാവരുടെയും മുൻപിൽ പറയുമ്പോഴാണ് എല്ലാവർക്കും ഒന്ന് സമാധാനമായത്. ഇങ്ങനൊരു മോക്ക് ഡ്രില്ല് മുൻകൂട്ടി ആരും അറിയാത്തത് കൊണ്ട് എല്ലാവരും ഇത് കണ്ടപ്പോൾ ആദ്യം തന്നെ ആശ്ചര്യച്ച് നിന്നു. പിന്നീട് ഈ ഒരു പരിപാടിക്കിടയ്ക്ക് അവരിൽ ഒരാൾ വന്ന് ഇത് മോക്ക് ഡ്രില്ലാണെന്നും പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളെയും മറ്റും നേരിട്ട് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വെറൈറ്റി പരിപാടി അവതരിപ്പിച്ചതുമെന്നും അവർ പറയുകയുണ്ടായി. അങ്ങനെ ഈ പരിപാടികളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് വ്യത്യസ്ത കളരിപ്പയറ്റ്, അതുപോലെ മോണാക്ട്, അതുപോലുള്ള ഒപ്പന പോലുള്ള വിവിധ പരിപാടികളാണ് ഓരോ സ്കൂളുകളും ഇവിടെ ആ ഒരു ഹാളിൽ ഒരുക്കിയത്. മലപ്പുറം ട്രോമാക്കാരുടെ ചെറിയ സന്ദേശമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇത് നടത്തിയത്. ഇതിന് ഞങ്ങളുടെ പരിപൂർണ്ണ അതുപോലെ 10 മണി മുതൽ തന്നെ സ്കൂളിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിവിധ പരിപാടികൾ ഇവിടെ അവതരിപ്പിച്ച് കൊണ്ടേയിരിക്കുകയാണ്. ഉദ്ഘാടന പരിപാടി 10:30 മണിക്കാണ് പറഞ്ഞതെങ്കിലും കുറച്ച് നേരം വൈകിയാണ് ഉദ്ഘാടന ഫംഗ്ഷൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികൾക്ക് കൂടുതൽ പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കുവാനും അത് കാണാൻ ഗസ്റ്റുകൾക്ക് കൂടുതൽ അവസരമുണ്ടായി. ഉദ്ഘാടന ചടങ്ങ് കുറച്ച് സമയം നീണ്ടുപോയത് കൊണ്ട് ഗസ്റ്റുകളൊക്കെ വന്നവർ വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികൾ കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഓരോരോ ഗസ്റ്റുകളെയും സ്വീകരിക്കാൻ ബാൻഡ് മേളവും അതുപോലുള്ള കുട്ടികളുടെ വിവിധ യൂണിറ്റുകൾ ചേർന്ന് ഗസ്റ്റുകളെ ആനയിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ വിദ്യാലയങ്ങളും പുകയില രഹിത സ്ഥാപനങ്ങളായിട്ട് മാറുകയാണ്. ജില്ലയിലെ ആദ്യത്തെ പഞ്ചായത്ത് എന്ന രൂപത്തിൽ എല്ലാവർക്കും ഈ കാര്യത്തിൽ അഭിമാനിക്കാം. ജില്ലയിൽ ഈ പഞ്ചായത്തിലെ 13 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി മാറുന്ന ഡിക്ലറേഷൻ ബഹുമാനപ്പെട്ട നമ്മുടെ MLA കുഞ്ഞാലിക്കുട്ടി സാഹിബ് അല്പസമയത്തിനകം ഇവിടെ നടത്തുന്നതായിരുന്നു. ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് വേങ്ങര ട്രോമാ കെയർ യൂണിറ്റ് വളരെ വ്യക്തമായി വളരെ ബൃഹത്തായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രൂപത്തിൽ ട്രോമാ കെയറിൻ്റെ വേങ്ങര യൂണിറ്റിലെ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള സഹോദരന്മാർ നടത്തിയിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് പരിപാടി ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വളരെയധികം ഇൻസ്പിറേഷൻ നൽകുകയുണ്ടായി. ആ പ്രസന്റേഷനിൽ വ്യക്തമായിട്ട് പുകയില കഴിച്ചാലുണ്ടാവുന്ന
അപകടത്തെക്കുറിച്ചും അതിൻ്റെ മാരകമായ അവസ്ഥയെക്കുറിച്ചും ഈ വേങ്ങര ട്രോമാ കെയർ യൂണിറ്റിലെ ചെറുപ്പക്കാർ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനം കണ്ട സമയത്ത് അതൊരു ഒറിജിനൽ പരിപാടിയായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഞങ്ങൾ ചോദിക്കുകയുണ്ടായത്. ഒറിജിനൽ പരിപാടി എളുപ്പത്തെ രൂപത്തിൽ ഇത്ര നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് നടപ്പിലാക്കിയ ട്രോമാ കെയർ യൂണിറ്റിലെ വേങ്ങര ട്രോമാ കെയർ യൂണിറ്റിലെ എല്ലാ പ്രവർത്തകർക്കും ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ പേരിലും ഈ പരിപാടിയുടെ പേരിലും പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. വളരെ ഉഷാറായി. അതിഗംഭീരമായ ഘോഷയാത്രയോടെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാവരും എത്തി.